സ്കിൻ കെയർ സെന്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഇർഷാദ് അലി. സാധാരണ സ്കിൻ കെയർ റുട്ടീനിലേക്ക് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന 3 പ്രോഡക്റ്റ്സ് ആണ്. ഒന്ന് ഫേസ് വാഷ്, രണ്ടാമത്തേത് സൺസ്ക്രീൻ, മൂന്നാമത്തേത് മോയ്സ്ചറൈസർ. അതിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് ഫേസ് വാഷ് എന്നുള്ളത്. ഒരു ഫേസ് വാഷ് വാങ്ങാത്തവരായിട്ട് ആരും തന്നെയുള്ള. അതിൽ തന്നെ നമ്മൾ എല്ലാവരും പല തരത്തിൽ പല ഭാഗത്തു നിന്ന് ഫേസ് വാഷസ് വാങ്ങിയിട്ടുണ്ടാവും. നമ്മൾ അതിൽ തന്നെ പല പ്രോഡക്ട്സും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടല്ല. പല പ്രോഡക്ട്സും യൂസ് ചെയ്തപ്പോഴും അതിൽ ഡ്രൈനെസ് തോന്നിയിട്ടുണ്ടാവുക. പലതും യൂസ് ചെയ്തപ്പോൾ നമുക്ക് പല ഡിസഡ്വാൻറ്റേജസും പല സൈഡ് എഫക്ട്സും നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്നതിൽ പലതും ഞാനും പല പ്രോഡക്ട്സും ഉപയോഗിച്ചിട്ടുണ്ട്, പല പ്രോഡക്ട്സും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പല പ്രോഡക്ട്സും പേഷ്യൻസ് വന്ന് യൂസ് ചെയ്തിട്ട് അവരെ ഫീഡ്ബാക്ക് ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ വന്ന് കണ്ട് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കെയർ ആൻഡ് ഗ്ലോ ഫേസ് വാഷ് എന്ന ഈ ഫേസ് വാഷ്. ഇത് നമ്മൾ 1 മാസം മുമ്പ് ആംസ്റ്റർഡാമിൽ വെച്ചിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യപ്പെടുകയും സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ലോഞ്ചൊക്കെ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഫേസ് വാഷ് ഐഡിയലി നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടി, പക്ഷേ പണ്ട് ട്രഡീഷണലി ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിരുന്നത് ജസ്റ്റ് ഒരു മുഖം കഴുകാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് പല ഇമ്പ്യൂരിറ്റീസ്, പല പൊള്യൂട്ടൻസ് ഒക്കെ വന്ന് ഫേസിൽ ഉണ്ടാവും. അത് വാഷ് ചെയ്ത് കളയാം. പിന്നെ പല സ്മോക്ക്, നമ്മൾ റോഡിലൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ പല സ്മോക്കുകൾ നമ്മുടെ മുഖത്ത് വരും. നമ്മൾ ജോലി ചെയ്യുമ്പോൾ പല മൈക്രോ ഓർഗാനിസം, ജേംസ് ഒക്കെ നമ്മുടെ മുഖത്ത് വന്ന് അടയും. അതൊക്കെ വാഷ് ചെയ്ത് കളയാം. പിന്നെ നമ്മളെ മുഖത്ത് തന്നെ പല നമ്മുടെ സിബൊക്കെ സെക്രീഷൻ വന്ന് അതിനെ വാഷ് ചെയ്ത് കളയാൻ ഫേസ് വാഷ് സഹായിക്കും. ഇതൊക്കെ ഒരു ഫേസ് വാഷിൻ്റെ ബേസിക് ആയിട്ടുള്ള റോളുകളാണ്. ഇന്ന് കാലം മാറി, അതിനനുസരിച്ച് നമ്മുടെ ഫേസ് വാഷിൻ്റെ പല റോൾസുകളും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പുതിയ ഫേസ് വാഷിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റോൾസ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാലോ, പല ടൈപ്പ് സ്കിൻ ഉണ്ട്. ഡ്രൈ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, ഡ്രൈ ടു നോർമൽ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്. ഈ ഫേസ് വാഷ് ഐഡിയൽ ഫോർ ആൾ ടൈപ്പ് ഓഫ് സ്കിന്നാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒരു ഡ്രൈ സ്കിൻ ഉള്ള ആൾ യൂസ് ചെയ്താലും അവർക്ക് അത് ഓവർ ഡ്രൈ ആയി തോന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. അതേപോലെ ഓയിലി ആയിട്ടുള്ള ആൾ യൂസ് ചെയ്യുമ്പോഴും അവരെ ഓയിലി ആയിട്ട് സ്കിന്നിനും നല്ല കുറവുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തേത്, സ്കിന്നിൽ 2 മെയിൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വൈറ്റമിൻ സി, ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത്. ഇതിൽ 2 ആൻറ്റി ഓക്സിഡൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ഈ പിമ്പിൾസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ ബ്ലാക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെന്റേഷനും ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, കോജിക് ആസിഡിൻ്റെ സവിശേഷത അറിയാലോ. ഇതിൽ കോജിക് ആസിഡും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോജിക് ആസിഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറക്കും, അതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൺസേൺ ആണ്, പലർക്കുള്ള കൺസേൺ ആണ് ആക്നെ എന്നുള്ളത്. ആക്നെ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ സാലിസിലിക് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട്, നിയാസിനമൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിൽ ആപ്രിക്കോട്ട് സീഡ് എക്സ്ട്രാക്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഗ്ലിസറിനും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് നമ്മുടെ സ്കിൻ കെയർ സെൻറ്റർ ഫാർമസിയിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് വളരെ ദൂരത്തുള്ള കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൊറിയറായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് നമുക്ക് കൊറിയറായിട്ട് എത്തിച്ചു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. സോ ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.